ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ദേ രാവിലെ കുളിച്ച് റെഡിയായി നമ്മൾ ഒരിടത്തേക്ക് പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് സ്കന്ദഷഷ്ഠിയാണ്. എല്ലാവർക്കും അറിയാം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി ഭയങ്കര വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ദേ എനിക്ക് വ്രതം എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അന്നേ ദിവസം പോയി തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. ദേ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ എന്താ പറയുക, നമ്മളെല്ലാ ചൊവ്വാഴ്ചയും പോകുന്നതാണ്. അതിനേക്കാളൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ മുറ്റത്ത് കണ്ടു. അപ്പോൾ അകത്ത് എന്തായാലും നല്ല തിരക്കുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ജോലിക്ക് പോകേണ്ടവരും പോകണ്ടാത്തവരും അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇനിയും ആൾക്കാർ വരാനുണ്ട്. ഷഷ്ഠി വ്രതം എടുത്തിട്ടുള്ള സ്ത്രീകളും എല്ലാവരും ഇനിയും വരാനിരിക്കുന്നുള്ളൂ. നമ്മൾ അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് കയറി പോവാണ്. അകത്തേക്കുള്ള വീഡിയോസ് നമ്മൾ അധികം എടുക്കാറില്ലെന്നറിയാലോ. ഇങ്ങനെ ഫോൺ പിടിച്ച് തന്നെ അമ്പലത്തിൻ്റെ മുറ്റത്ത് കയറുമ്പോൾ നമുക്കൊരു ചമ്മലുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിൽ കൂടെ ഈ ഒരു പരിപാടിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ഭഗവാനെ തൊഴുതു. സ്കന്ദഷഷ്ഠി ദിനത്തെ നല്ല രീതിയിൽ തൊഴുതു. കുഞ്ഞിയുടെ വീക്ക്നെസ് ആയ വൈറ്റ് ബോർഡിൽ പോയി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഭഗവാനെ തൊഴുതേ ഇറങ്ങിയിട്ടുണ്ട്. പ്രസാദമൊക്കെ കിട്ടി. മനസ്സും എന്താ പറയുക, കണ്ണുമൊക്കെ നമുക്ക് നല്ല സന്തോഷകരമായിട്ട് നിറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഭഗവാന്റെ പ്രസാദം കൂടി തൊട്ട് കഴിഞ്ഞപ്പം എല്ലാം പൂർത്തിയായി. ഭയങ്കര നല്ലൊരു ദിവസത്തിന് തുടക്കമായി. അമ്പലത്തിൽ ഒരുപാട് പേര്, നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റി. ഇങ്ങനെയുള്ള വിശേഷ ദിവസം നമ്മൾ വരുമ്പോൾ എല്ലാവരെയും കാണുമ്പോഴും ഭഗവാന്റെ അടുത്ത് നമ്മുടെ ഉള്ളിലെ ഭാരമൊക്കെ ഷെയർ ചെയ്യുമ്പോഴും എന്താ ഒരു ആശ്വാസം എന്നറിയും. മരുഭൂമിയിൽ വലിയൊരു മഴ കിട്ടിയൊരു സന്തോഷമില്ലേ, ആ ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകുന്നതും ഒക്കെ ഭയങ്കര എന്താ പറയുക, ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് ചെറിയ 1-2 സെൽഫീസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. ഇത് നമ്മുടെ അജി തിരുമേനിയുടെ കടയാണ് കേട്ടോ. ഈ ഇല്ലത്തിലെ തന്നെ ഒരു തിരുമേനിയാണ്. ചെറിയൊരു എണ്ണക്കട, അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അനുവേണ്ട ഇടയ്ക്ക് ഇങ്ങനെ സഹായത്തിനൊക്കെ നിൽക്കാറുണ്ട്. അതുപോലെ ഇന്ന് കൊച്ചച്ഛൻ്റെ മോനാണ് അവിടെ. സ്കന്ദഷഷ്ഠിയുടെ ഇതായതുകൊണ്ട് അമ്പലത്തിൽ തിരക്കുള്ളതുകൊണ്ട് ഇവിടുത്തെ അജി തിരുമേനിക്കും മറ്റ് പൂജകളും പരിപാടികളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ കൂടേണ്ടതുകൊണ്ടും ഇന്ന് കൊച്ചച്ഛൻ്റെ മോനാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതേ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. കുഞ്ഞ് യൂണിഫോമിൽ തന്നെയാണ് കേട്ടോ. എന്നു വെച്ചാൽ തിരിച്ചു വന്ന് അവളെയും കൂടെ റെഡിയാക്കാനുള്ള സമയമില്ല. ഞങ്ങൾക്ക് 2 പേർക്കും പോകണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു. കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചെടുത്തിട്ടുള്ള 1-2 സെൽഫീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.